ബിഗ് ബോസ് തമിഴ് സീസൺ 9 ടിക്കറ്റ് ഫിനാലെ ടിടിഎഫ് ടാസ്കിനിടയിൽ നടന്ന അക്രമാസക്തമായ സംഭവങ്ങൾ ഷോയുടെ ചരിത്രത്തിലെ തന്നെ കറുത്ത അധ്യായമാണ്. കാർ ടാസ്കിനിടയിൽ മത്സരാർത്ഥികളായ വിജെ, പാറുവും കമറുദ്ദീനും ചേർന്ന് സഹമത്സരാർത്ഥിയായ സാന്ദ്രയെ ക്രൂരമായി കൈകാര്യം ചെയ്യുകയും കാറിൽ നിന്ന് ബലം പ്രയോഗിച്ച് പുറത്തേക്ക് തള്ളുകയും ചെയ്തു. ഈ വീഴ്ചയിൽ സാന്ദ്രയ്ക്ക് ശാരീരിക അസ്വസ്ഥതകൾ അനുഭവപ്പെടുകയും ഫിറ്റ്സ്, സീഷേഴ്സ്, അവർ ബോധരഹിതയാവുകയും ചെയ്തത് വലിയ പ്രതിഷേധത്തിന് കാരണമായി. ഒരു ടാസ്കിനു വേണ്ടി ഒരാളുടെ ജീവൻ അപകടത്തിലാക്കുന്ന പെരുമാറ്റം അംഗീകരിക്കാനാവില്ലെന്ന് വ്യക്തമാക്കിയ ഹോസ്റ്റ് വിജയ് സേതുപതി, പാറുവിനും കമറുദ്ദീനും ഉടൻ തന്നെ റെഡ് കാർഡ് നൽകി ഷോയിൽ നിന്ന് പുറത്താക്കി. നിയമലംഘനം നടത്തുന്നവർക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിച്ചുകൊണ്ട് തമിഴ് ബിഗ് ബോസ് നീതി നടപ്പിലാക്കി. ഇവിടെ ടിക്കറ്റ് ഫിനാലെ വിജയിയെ ആദരിക്കാൻ ഹോസ്റ്റ് വിജയ് സേതുപതി നേരിട്ട് വേദിയിലെത്തി. ഒരു മത്സരാർത്ഥി നേടിയ വിജയത്തിന് അർഹമായ മാന്യതയും വിലയും നൽകാൻ തമിഴ് ബിഗ് ബോസ് ടീം തയ്യാറായി. ടാസ്കിനിടയിൽ അക്രമം കാണിച്ചവരെ പുറത്താക്കി നീതി നടപ്പിലാക്കിയ തമിഴ് ബിഗ് ബോസ് വിജയ്ക്ക് ഫൈനലിലേക്ക് നേരിട്ട് പ്രവേശനം നൽകിക്കൊണ്ട് ഷോയുടെ വിശ്വാസ്യത കാത്തുസൂക്ഷിച്ചു. എന്നാൽ ഇതിൽ നിന്നും തികച്ചും വ്യത്യസ്തവും വിവേചനപരവുമായ സമീപനമാണ് മലയാളം ബിഗ് ബോസ് സീസൺ 7 കാണാൻ സാധിച്ചത്. തമിഴിൽ തെറ്റ് ചെയ്തവരെ പുറത്താക്കി നീതി കാണിച്ചപ്പോൾ മലയാളത്തിൽ കൃത്യമായി കളിച്ച് ജയിച്ച 100 ആദിലയോട് ബിഗ് ബോസ് ടീം നീതികേട് കാണിക്കുകയാണുണ്ടായത്. ഒരാഴ്ച മുഴുവൻ നീണ്ടുനിന്ന കഠിനമായ ടിടിഎഫ് ടാസ്കുകളിൽ കരുത്തരായ എതിരാളികളെ പിന്തള്ളി 100 ഒന്നാമതെത്തിയെങ്കിലും ആ വിജയത്തിന് അർഹമായ മൂല്യം ബിഗ് ബോസ് നൽകിയില്ല. ടിക്കറ്റ് ഫിനാലെ എന്ന പേരിൽ മത്സരം നടത്തിയിട്ട് വിജയിയായ 100ക്ക് ഗ്രാൻഡ് ഫിനാലെയിലേക്ക് നേരിട്ടുള്ള പ്രവേശനം നൽകാതെ വെറും ഇമ്മ്യൂണിറ്റി മാത്രം നൽകിയൊതുക്കിയത് വലിയൊരു വഞ്ചനയായിരുന്നു. മുൻ സീസണുകളിലെല്ലാം വിജയികൾക്ക് ഫൈനലിലേക്ക് നേരിട്ട് ടിക്കറ്റ് നൽകിയിരുന്ന കീഴ്വഴക്കം 100യുടെ കാര്യത്തിൽ മാത്രം മാറ്റിയത് പ്രേക്ഷകരെ അമ്പരപ്പിച്ചു. വിജയിയെ ആദരിക്കുന്ന കാര്യത്തിലും മലയാളം ബിഗ് ബോസ് പിന്നിലായിരുന്നു. മലയാളത്തിൽ 100യുടെ പ്രധാന ശത്രുപക്ഷത്തുണ്ടായിരുന്ന ആര്യനെക്കൊണ്ട് മെഡൽ അണിയിപ്പിക്കുകയാണ് ബിഗ് ബോസ് ചെയ്തത്. ഒരു മത്സരാർത്ഥി തന്റെ കഴിവിനാൽ നേടിയ വിജയത്തെ ഇത്രത്തോളം നിസാരവൽക്കരിച്ചതും ഹോസ്റ്റ് ചെയ്യേണ്ട കാര്യം മറ്റൊരു മത്സരാർത്ഥിയെക്കൊണ്ട് ചെയ്യിപ്പിച്ചതും 100യെ മാനസികമായി തളർത്താനുള്ള നീക്കമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. സാധാരണഗതിയിൽ ഈ വിജയം ഫൈനലിലേക്കുള്ള നേരിട്ടുള്ള പ്രവേശനമാണ് ഉറപ്പാക്കേണ്ടത്. എന്നാൽ വിജയിയെ പ്രഖ്യാപിച്ച ശേഷം ബിഗ് ബോസ് ടീം കാണിച്ച നിലപാട് തികച്ചും വിവേചനപരമായിരുന്നു. ആ വിജയത്തിന് ഒരു ഫൈനൽ ടിക്കറ്റിന്റെ മൂല്യം നൽകാതെ വെറും ഒരാഴ്ചയിലെ എലിമിനേഷനിൽ നിന്നുള്ള സംരക്ഷണം, ഇമ്മ്യൂണിറ്റി മാത്രമാക്കി അതിനെ ഒതുക്കി. 100യുടെ കഠിനാധ്വാനത്തെ അംഗീകരിക്കുന്നതിനു പകരം ഷോയുടെ നിയമങ്ങൾ തങ്ങൾക്കനുസരിച്ച് മാറ്റിമറിച്ചത് ആ മത്സരാർത്ഥിയോട് കാണിച്ച വലിയൊരു നെറികേടായി മാറി. 100യ്ക്ക് പകരം മറ്റേതെങ്കിലും പ്രബലരായ മത്സരാർത്ഥികളാണ് ജയിച്ചിരുന്നതെങ്കിൽ ബിഗ് ബോസ് ഈ നിയമം മാറ്റുമായിരുന്നോ എന്ന ചോദ്യം ഇന്നും പ്രസക്തമാണ്. മലയാളത്തിൽ 100യോട് കാണിച്ച വിവേചനവും അവഗണനയും തമിഴിലെ ഈ മാതൃകാപരമായ സമീപനവുമായി താരതമ്യം ചെയ്യുമ്പോൾ മലയാളം ബിഗ് ബോസ് ടീം കാണിച്ചത് തികഞ്ഞ അനീതിയാണെന്ന് വ്യക്തമാകുന്നു.